ഇത് ഒരു ദിവസം ലേറ്റായ വീഡിയോ ആണ് കേട്ടോ. ജൂൺ 9, അതായത് ഇന്നലെ വെഡിങ് ആനിവേഴ്സറി ഡേയുടെ അന്നെടുത്ത വീഡിയോ ആണ്. രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്. വെറും അമ്പലമല്ല, കുതിരാൻ്റെ അമ്പലം. അപ്പോൾ ഇപ്പോൾ കുതിരാൻ്റെ അമ്പലത്തേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ആണല്ലോ. 2 റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോക്കറ്റ് റോഡ് വഴി വേണം പോകാനായിട്ട്. നേരെ കണ്ടോ, കോട വന്ന് മലയിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. കുതിരാൻ്റെ റോഡിലോട്ട് കടന്നു. പഴയ കുതിരാൻ്റെ റോഡും ഈ റോഡും തമ്മിലുള്ള വ്യത്യാസം ആർക്കെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിലെ ഇങ്ങനെ സൈലൻ്റായി വന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഒരു ആന ഇറങ്ങിയാൽ പോലും നമ്മൾ അറിയില്ല. അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ആ റോഡിൻ്റെ കിടപ്പ്. സത്യം പറഞ്ഞാൽ നല്ല മഴയുണ്ടായിരുന്നു. ഞങ്ങൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് റെയിൻകോട്ടും ഒക്കെ ഇട്ട് സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. സംഭവം നല്ല സൈലൻറ്റും അതുപോലെ തന്നെ തിരക്കൊന്നും ഇല്ലാത്ത കാരണം വീഡിയോ എടുക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും വീഡിയോ എടുക്കാം. മഴയത്ത് ഇങ്ങനെ ഇടയ്ക്കെങ്കിലും 2 വീലറുമേ ഇങ്ങനെ ചേർന്നിരുന്ന് അമ്പലത്തിക്കോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും ഒക്കെ പോകണം, നല്ല രസമായിരിക്കും. ഇനി മഴ കൊണ്ട് പനി പിടിച്ചാൽ അതിലും രസം ഉണ്ടാവും കേട്ടോ. ഞങ്ങളൊരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് ഇറങ്ങിയത്. കുതിരാനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ലേറ്റ് ആയാലും തൊഴാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പം ആകെയുള്ളൊരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരാനിൽ ആദ്യം പോയി കഴിഞ്ഞാൽ നമുക്ക് അന്നദാനം കഴിച്ചിട്ടാണ് തിരിച്ചു വരിക. ഇപ്പോൾ സാറ്റർഡേ ആൻഡ് സൺഡേസ് മാത്രമാണ് അന്നദാനം ഉള്ളൂ. ആ ഒരു വിഷമം എനിക്കുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ ഒക്കെ കണ്ട പണ്ടൊക്കെ ഒരുപാട് പേടിച്ചിരുന്നിട്ടാണ് വണ്ടി പോയിരുന്നത് ഇതിൽ. കാരണം എപ്പോൾ വേണമെങ്കിലും മരം വീഴാം, അതുപോലെ പാറ ഉരുണ്ട് വരാം. പക്ഷേ ഇപ്പോൾ ഒരു പേടിയും വേണ്ട. കാരണം ഒരു തിരക്കൂല, ബഹളമില്ല. അടിച്ച് വരുന്ന ചേട്ടൻ കണ്ട ആ ചേട്ടന് ഒരു മാറ്റവും ഇല്ല കേട്ടോ. ആ ചേട്ടനാണ് പണ്ട് ചില്ലറ പൈസ പറിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ പോകുമ്പോൾ ഒരു ലോഡ് ചില്ലറ പൈസയാണല്ലോ റോഡിലൊക്കെ എടുക്കുന്നത് കാണാൻ പറ്റുക. അപ്പോൾ ഈ ചേട്ടനാണ് ഒരു ഇരുമ്പിൻ്റെ ഒരു മാഗ്നറ്റിൻ്റെ ഒരു വടി കൊണ്ടുവന്നിട്ട് ചില്ലറ പൈസ മുഴുവൻ പറക്കുക. ആ ചേട്ടനൊരു മാറ്റമില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കുരങ്ങന്മാരുടെ ഒരു വിഹാര ഏരിയ ആയിട്ടാണ്. അത്രയ്ക്കും കുരങ്ങന്മാരായിരുന്നു. ഇതുപോലെയൊക്കെ പ്രതിമയും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഒരു തിരക്കും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ അമ്പലത്തിൽ കേട്ടോ. ഉത്സവങ്ങളാകുമ്പോൾ മാത്രമാണ് ഈ അമ്പലത്തിൽ തിരക്ക് കണ്ടിട്ടില്ല. ഇപ്പോൾ കണ്ട പട്ടികളും കുരങ്ങന്മാരും സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. കുരങ്ങെന്ന് പറഞ്ഞാൽ അത്രയും ശല്യമാണ് കുരങ്ങിനെ കൊണ്ട്. അമ്പലം ഫുള്ളും കുരങ്ങിൻ്റെ കാഷ്ടമൊക്കെ ആയിട്ട് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ കുതിരപ്പുറത്തിരിക്കുന്ന ഈ ഒരു ശാസ്താവിനെയാണ് എല്ലാവരും തൊഴുതിരുന്നത്. നീലായിട്ടപ്പോൾ പുഷ്പാഞ്ജലിക്ക് ചീട്ടാക്കാൻ വേണ്ടിയിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. മഴ ഇങ്ങനെ ചാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജാക്കറ്റ് ഹെൽമെറ്റൊക്കെ ഒരു കസേരയിൽ വെച്ചിട്ട് നടക്കുകയാണ്. അപ്പോൾ കുരങ്ങന്മാരുടെ ശല്യം ഗംഭീരമാണ് കേട്ടോ. മഴ നനഞ്ഞു കഴിഞ്ഞാൽ കുതിരാൻ്റെ അമ്പലത്തിൻ്റെ ഈ ഒരു ഏരിയയിലാണ് നല്ല ഭംഗിയാണ്. പൂക്കളൊക്കെ വീണ് നല്ലൊരു നടപ്പാതയായി മാറും കേട്ടോ. മഴച്ചാറിൽ ഇപ്പോൾ ചെറുതായിട്ട് നമുക്ക് തലയിൽ വീണ് കഴിഞ്ഞാൽ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഞാൻ തൊഴണ്ടേന്ന് വിചാരിച്ച് തലയിൽ കയ്യും വെച്ചിട്ട് ഓടിയാണ് തൊഴുതത് കേട്ടോ. ഞങ്ങൾ വേഗം പുറത്തിറങ്ങി നടടയ്ക്കാറായിട്ടുണ്ട്. ഞങ്ങൾ മാത്രമായി, ബാക്കി എല്ലാവരും വേഗം മഴ കാരണം ഇറങ്ങി ഓടുന്നു കണ്ടു കേട്ടോ. കുറച്ച് നേരം ഞങ്ങളിങ്ങനെ മഴ മാറുമെന്ന് നോക്കിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തു. പക്ഷെ മഴ മാറണമെന്നും കാണാനില്ല. പിന്നെ ഞാൻ വേഗം ജാക്കറ്റും ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് നിങ്ങളുടെ ഇടാൻ നിന്നില്ല, താഴെ പോയിട്ട് ഇടാമെന്ന് പറഞ്ഞ് ഞങ്ങളിത് ഇറങ്ങുകയാണ്. ചെറുതായിട്ടൊന്ന് ശ്രദ്ധ പോയി കഴിഞ്ഞാൽ നേരെ താഴെ എത്തുട്ടാ. വഴുക്കിയിട്ട് അത്രയും വഴുക്കലുണ്ട്. കുതിരാൻ്റെ അമ്പലം ഇപ്പോൾ റീൽസൊക്കെ എടുക്കാൻ പറ്റിയൊരു വൈബായിട്ടുണ്ട്. ഇതുപോലെ കൈയും വീശി പണ്ട് നിന്നതായിരുന്നെങ്കിൽ എത്തേണ്ട അടുത്ത് എത്തിയെന്നെ.
വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഞങ്ങളുടെ ഇഷാൻകുട്ടി. അവൻ എനിക്ക് ഗിഫ്റ്റും കൊണ്ട് ഓടി വന്നിരിക്കുക. ഞാനാണെങ്കിൽ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് എൻ്റെ കയ്യിൽ മാവ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കേട്ടോ. അവൻ വന്നതായി എനിക്കൊരു കാർഡും പിന്നെ കുറേ ചോക്ലേറ്റ്സ് തന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. അവൻ വന്നാലും ഓർത്ത് അതും കൊണ്ട് ഓടി വന്നൂലോ. ഞാനപ്പോൾ ആ കാർഡ് വായിക്കാൻ കേട്ടോ. അതിലവൻ എഴുതിയിരിക്കുന്നത് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഹനീഷമ്മയമ്മ നിനിൽ വെല്ലിച്ചൻ. എനിക്ക് ഈ കോംബോ മനസ്സിലായില്ല കേട്ടോ. ഹനീഷമ്മയമ്മ എൻ്റെ നിനിൽ വെല്ലിച്ചൻ, അതവന് അങ്ങനെ വിളിച്ച് ശീലമായിട്ടാണ്. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ റാവുത്തർ ബിരിയാണി വെച്ചു, പരസ്പരം കൈമാറി കഴിച്ചു. അതോടുകൂടി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി തീർന്നിരിക്കുകയാണ്.